ശാസ്ത്രത്തിൻ്റെ വളർച്ചയും അതിൻ്റെ നന്മകളും അനുദിന ജീവിതത്തിൽ നമ്മൾ മിക്കവാറും എല്ലാ മേഖലകളിലും അനുഭവിക്കുന്നവരാണ്. യാത്രാ സംവിധാനങ്ങൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ, വിവരസാങ്കേതിക വിദ്യകൾ, ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞാലും തീരത്തിൽ അതുപോലെ നമ്മൾ വളർന്നു കഴിഞ്ഞു. അനുദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണല്ലോ നമ്മുടെ ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മളൊരു സാധാരണ ക്ലിനിക്കിലോ ഒരു സാധാരണ ആശുപത്രിയിലോ ഒരു ഡോക്ടറെ സമീപിച്ചാൽ അദ്ദേഹം തന്നെ ആയിരിക്കും നമ്മുടെ പൾസ് നോക്കുന്നതും നമ്മുടെ BP നോക്കുന്നതും ഒക്കെ. അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ നാക്ക്, മൂക്ക്, ചെവിയൊക്കെ ടോർച്ചിൻ്റെ സഹായത്താൽ പരിശോധിക്കും. ഇപ്പോൾ നമ്മുടെ മുഴുവൻ പരിശോധനയും നടത്തുന്നത് യന്ത്രങ്ങളാണ്. ഇങ്ങനെയുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് നമുക്ക് മരുന്ന് നിശ്ചയിക്കുന്നതും രോഗനിർണയം നടത്തുന്നതുമൊക്കെ. ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞത് നമ്മുടെ ദൈവവും ഇന്നത്തെ ശാസ്ത്രവും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ ഒരു വ്യത്യാസം പറയുവാനാണ്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 17-ാം വാക്യം വായിക്കട്ടെ. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ പോകുന്നത് എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടായിട്ടാണ് പലരും. കുറേ ദിവസമായല്ലോ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ കൃത്യതയോടെ വരാറില്ലല്ലോ എന്നൊക്കെ തിരക്കിയപ്പോൾ ഒരാൾ മറുപടി കൊടുത്തത് കുറച്ച് വിചിത്രമായി പോയി. ഞാൻ ആകെ പ്രശ്നത്തിലായിരുന്നൊരു സമയമുണ്ട്. അന്നേരമൊക്കെ ഞാൻ മുടങ്ങാതെ ആലയത്തിൽ വന്നുകൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറേശ്ശെ പരിഹരിക്കപ്പെട്ടു തുടങ്ങിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ എന്തിനാ ഞാൻ അധികം ദൈവത്തെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ഇപ്പോൾ എല്ലാ ആരാധനയ്ക്കും പോകാറില്ല, എല്ലാത്തിനും കൃത്യതയോടെ പോകാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അതിശയോക്തി എന്ന് തോന്നിയാലും ഇതൊക്കെ തന്നെയാണ് സാധാരണ നടക്കുന്നത്. ചിലയിടത്തെങ്കിലുമെന്ന് ഒന്ന് എടുത്തു പറഞ്ഞേക്കാം, ചിലർക്കെങ്കിലുമെന്ന് എടുത്തു പറഞ്ഞേക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ പിണങ്ങിയാലോ. പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹന്ന ദേവാലയത്തിൽ പോയതും അവൾ പ്രാർത്ഥിച്ചതും ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തതും. അങ്ങനെ ഒരാളല്ല, മറ്റു പലരെയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരെണ്ണം ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ചിലരെങ്കിലും വെറുതെ വീട്ടിലിരിക്കേണ്ട, 4 പേർ എൻ്റെ പൊങ്ങച്ചമൊന്നും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ആലയങ്ങളിൽ പോകുന്നവരുണ്ട്. ശുദ്ധ ലൂക്കോസിലുള്ള സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ പഠിച്ചാൽ 2 പേർ ആലയത്തിൽ പോയ കാര്യം എഴുതിയിട്ടുണ്ട്. ഒരാൾ പരീശനും ഒരാൾ ചുങ്കക്കാരനുമെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പരീശൻ ദൈവസന്നിധിയിലും ഒട്ടും താഴാൻ തയ്യാറല്ല. തൻ്റെ പൊങ്ങച്ചമാണ് തൻ്റെ വാക്കുകളിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരീശൻ ദൈവാലയത്തിൽ ചെന്ന് പറയുന്നത്, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ, അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പിന്നെ തൻ്റെ കർമ്മങ്ങളുടെ ശ്രേഷ്ഠത പറയുകയാണ്. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. ഇതൊക്കെ തൻ്റെ പ്രാർത്ഥനാ വിഷയമാണ് പോലും. ഏതായാലും തൊട്ടപ്പുറത്ത് ചുങ്കക്കാരൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: താൻ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഒന്ന് വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് യേശു തമ്പുരാൻ പറഞ്ഞ വാക്കുകളാണ്. നമ്മളിപ്പോൾ വായിച്ച കുറിവാക്യമുണ്ടല്ലോ, അതും യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഇതിൻ്റെ പശ്ചാത്തലമോ വാക്യത്തിൻ്റെ. ഒരു ദിവസം യേശു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാത്ത ഒരു സ്ത്രീ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒട്ടും നിവരാൻ കഴിയാത്ത ഈ കൂനിയായ സ്ത്രീ ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാൽ തീർച്ചയായിട്ടും അവരെ പെട്ടെന്നൊന്നും ദൂരെ നിൽക്കുന്ന ഒരാളിന് കാണുവാൻ കഴിയില്ല. നോക്കൂ, യേശു അവളെ അടുക്ക വിളിച്ചു. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന ആശ്വാസവാക്ക് അവൾക്ക് കൈമാറി. ഇത് ഒരു വാക്കല്ല, ക്ഷണത്തിൽ തന്നെ അവളുടെ കൂന് മാറി അവൾ നിവർന്നു നിന്നു. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ മേൽ കൈവച്ചത് മാത്രമേ ഉള്ളൂ. അവൾ സൗഖ്യം പ്രാപിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അത്യത്ഭുതകരമായ ഒരു സംഭവമുണ്ട്. അതായത് ഗന്നസരത്ത് തടാകക്കരയിൽ
യേശു തമ്പുരാൻ നിൽക്കുകയാണ്. ദൈവവചനം കേൾക്കേണ്ടതിന് ധാരാളം ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അവരോട് എല്ലാവരോടും പ്രസംഗിക്കത്തക്ക സൗകര്യാർത്ഥം ശീമോൻ എന്നു പേരുള്ള ഒരാളുടെ പടക് പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് പുരുഷാരത്തോട് സംസാരിച്ചു. പടകിൽ കയറിയ ശേഷം കർത്താവ് ശീമോനോട് അക്ഷരം ചോദിച്ചിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല, ആശയവിനിമയങ്ങൾ നടത്തിയിട്ടില്ല. കരയ്ക്ക് നിന്നവരോട് പ്രസംഗിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തിന് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒരു സ്കാനിങ് മിഷനും വേണ്ട. നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ കൂടി നല്ലോണം അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് നമ്മൾ വായിക്കുന്നത് പത്രോസിന് വല കീറാറാകുവോളം ഒരു വലിയ മീൻപിടുത്തം ലഭിച്ചുവെന്നാണ്. ഒറ്റ വാക്കിൽ ഞാൻ ഉപസംഹരിക്കുന്നു. ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവിടെ ദൈവിക വിടുതലും സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അങ്ങ് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ പാദപീഠത്തിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.